അഹ്ലു ബൈത്തിനെ കുറ്റം പറയുന്ന ഒരവസ്ഥ, ഗ്രൂപ്പ് തിരിഞ്ഞ് ആലിമീങ്ങളെ ചീത്ത പറയുന്ന ഒരവസ്ഥ. ചീത്ത പറയാൻ പാടില്ല എന്ന് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞപ്പോൾ ഒരു സൂഫിയ ഒരാൾ ഒരു അറ്റ ചൂടാൽ പറയാനല്ല ചിന്തിക്കാനേ പാടില്ല. പറയല് പിന്നെയല്ലേ, ചിന്തിക്കാനേ പാടില്ല. അത് മനസ്സിലിരിക്കരുത്, ചൊല്ലാൻ മുടിയാതെ. എൻ്റെ മനസ്സിലുണ്ടത്, എനിക്കത് ചൊല്ലാൻ കഴിയൂല. ആ ഒരവസ്ഥ നമ്മളെപ്പോഴും ചിന്തിക്കണം. അതുകൊണ്ട് ഒരാളെ പറ്റി ഒന്നും ചിന്തിക്കാത്ത ഒരു ജീവിതം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി PhD നേടുന്ന കാലഘട്ടം, തലപ്പാവ് ധരിക്കുന്നതിന് കണ്ടുപിടിക്കാൻ PhD ഡോക്ടറേറ്റ് നേടുന്ന കാലഘട്ടം. ഇതൊന്നും ഇന്ന് നമുക്ക് പലതിനും ഡോക്ടറേറ്റായി നമ്മളെ കയ്യിൽ കിട്ടുമെങ്കിൽ അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ജീവിച്ച് അല്ലാഹു തആല ഡോക്ടറേറ്റ് കൊടുത്ത കുഞ്ഞിമായം കോയ മുസ്ലിയാർ, ലാ ഫായില ഇല്ലല്ലാഹയിൽ ജീവിച്ച്, ലാ മൗജൂദ ഇല്ലല്ലാഹയിൽ ജീവിച്ച് അല്ലാഹു തആല ഡോക്ടറേറ്റിൻ്റെ മേലെ ഡോക്ടറേറ്റ് കൊടുത്ത ശൈഖുനാ ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹ്. അങ്ങനെ തുടങ്ങിയ മഹാന്മാരൊക്കെ സ്മരിക്കുന്ന ഓർക്കുന്ന ഈ മജ്ലിസ് അല്ലാഹു തആല നമ്മളൊക്കെ ഹൃദയം നന്നാക്കി തരട്ടെ. യഥാർത്ഥത്തിൽ ഒരുപാട് നജസ്സുകളെ നാം വൃത്തിയാക്കാറുണ്ട്, എന്നാൽ ആത്മീയമായ രിജസ്സുകളെ നാം വൃത്തിയാക്കൽ പലപ്പോഴും കുറവാണ്. ആ വൃത്തിയാക്കൽ കിട്ടുകയില്ല സുഹബത്ത് കൊണ്ടല്ലാതെ എന്ന് മഹാന്മാർ പറയുന്നത് കാണാം. മാ അഫ്ലഹ മൻ അഫ്ലഹ ഇല്ലാ ബി സുഹബത്തി മൻ അഫ്ലഹ, മാ നജഹ മൻ നജഹ ഇല്ലാ ബിൽ ഹുറുമ, മാ സഖത മൻ സഖത ഇല്ലാ മൻ തറക്കൽ ഹുറുമ. കാണാം ബഹുമാനപ്പെട്ട സയ്യിദ് ത്വായിഫ ഇമാം ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞൊരു വാക്കാണത്. വലിയ വലിയ മഖാമുകൾ എത്തിയപ്പോൾ ഔലിയാക്കന്മാർ വന്ന് ചോദിച്ചതാ, എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ ആയത്, ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എങ്ങനെ എത്തിയത്? ഒന്നുമില്ല മോനെ, ഇല്ലാ ബി സുഹബത്തി മൻ അഫ്ലഹ. അല്ലാഹു തആല വിജയിച്ചവരുടെ കൂടെ കൂടിയാലേ നാം വിജയിക്കുകയുള്ളൂ, അല്ലാതെ ഒരാളും വിജയിക്കൂല. ഇപ്പം തെരഞ്ഞെടുപ്പാന്നല്ലോ, ഒരു മന്ത്രിയോടുകൂടെ കൂടാതെ ഒരു മനുഷ്യൻ മന്ത്രിയായ ചരിത്രമില്ല. ഒരു MLA കൂടെ കൂടാതെ ഒരാൾ MLA ആയിട്ടില്ല. ഒരു മുൻഗാമി കൂടെ കൂടണം, എന്നാലേ കിട്ടും. എന്നാൽ നമുക്കും അത് കിട്ടണമോ, നമ്മൾ അതിൻ്റെ മുൻഗാമികളോടുകൂടെ നമ്മളും കൂടണം. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞ വിഷയമാണ്. അതുപോലെ തന്നെ മാ നജഹ മൻ നജഹ, രക്ഷപ്പെട്ടവർ മുഴുവനും രക്ഷപ്പെട്ടത് ഇല്ലാ ബിൽ ഹുർമ, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടതിനെ ആദരിക്കണം. തെരഞ്ഞെടുപ്പാണ് വരുന്നത്, നമ്മൾ സ്ഥാനാർത്ഥി ജയിക്കാൻ ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് തന്നെ നമ്മൾ വിജയിപ്പിക്കരുത്. അഹ്ലു ബൈത്തിനെ കുറ്റം പറയുന്ന ഒരവസ്ഥ, ഗ്രൂപ്പ് തിരിഞ്ഞ് ആലിമീങ്ങളെ ചീത്ത പറയുന്ന ഒരവസ്ഥ. ചീത്ത പറയാൻ പാടില്ല എന്ന് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞപ്പോൾ ഒരു സൂഫിയ ഒരാൾ ഒരു അറ്റ ചൂടാൽ പറയാനല്ല ചിന്തിക്കാനേ പാടില്ല. പറയല് പിന്നെയല്ലേ, ചിന്തിക്കാനേ പാടില്ല. അത്ര വരെ നമ്മൾ പേടിക്കേണ്ട വിഷയമാണ്. നമ്മളൊക്കെ പറയാറില്ലേ, അവരുടെ ഇറച്ചിയിൽ വിഷമുണ്ടെന്നോ അറിയാതെ തിന്നാലും ചത്തുപോകുന്ന, മരിച്ചു പോകുന്നല്ല, ചത്തുപോകും അറിയാതെ തിന്നുപോയാൽ എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ. ഔലിയാക്കന്മാരെയും ആരിഫീങ്ങളെ പറ്റി യാതൊന്നും ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. കാരണം നമ്മൾ അമ്മാറത്തുൻ നഫ്സിലൂടെ ജീവിക്കുന്നവരാ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അതിൽ ജീവിക്കുന്നവരാ. അവര് അതും കഴിഞ്ഞ് ഇല്ലല്ലയും കഴിഞ്ഞ് അള്ളയും കഴിഞ്ഞ് ഹാ ഹൂ ഹി ഹൈ അതിലൊക്കെ എത്തിയവരാ ഓല്. അവിടെ എത്തിയവർ സംസാരിക്കുമ്പോ ആ സംസാരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ജീവിക്കുന്ന അമ്മാറത്തുൻ നഫ്സിൽ ജീവിക്കുന്ന നമ്മൾ അർത്ഥം വെച്ചിട്ട് കുടുങ്ങാൻ നിൽക്കരുത്. അവരെ അമ്മാറത്തുൻ നഫ്സ് എന്നൊക്കെ ഉയർന്ന് മുൽഹിമത്തിലേക്കും ലവ്വാമത്തിലേക്കും അങ്ങനെ മുത്മയിന്നത്തിലേക്കും റാദിയത്തിലേക്കും മർലിയത്തിലേക്കും കാമിലത്തും കഴിഞ്ഞ് അതിന്റെ അപ്പുറം എന്തൊക്കെ ബിരുദങ്ങളുണ്ടോ അത് ബിരുദം മുഴുവനും നേടിയ മഹാന്മാരാ. അതുകൊണ്ട് അവരങ്ങനെ സംസാരിച്ചത്. നമ്മൾ തൽക്കാലം അല്ലാഹു അലം ബി മുറാദിഹിന് ഖുർആനിൽ എത്ര സ്ഥലത്ത് നമുക്ക് പറഞ്ഞാന്ന്, എത്ര സ്ഥലത്ത് ആലിമീങ്ങൾ പറഞ്ഞാണ് അല്ലാഹു അലം ബി മുറാദിഹിൻ. അതിന് അർത്ഥം അവിടെ ഇല്ലേറ്റല്ല, എല്ലാ അർത്ഥം അവർക്ക് തിരിഞ്ഞേറ്റല്ല. ഇത് പറയാൻ മാത്രമുള്ള ഒരു പേന എൻ്റെ കയ്യിലില്ല, ഇതിന് പറയാൻ മാത്രമുള്ള ഒരു ശക്തിയായ നാവ് എൻ്റെ കയ്യിലില്ല.
അല്ലാഹു തആല എൻ്റെ ഹൃദയത്തിൽ പലതും ഇട്ട് തന്നിട്ടുണ്ട്. അത് മനസ്സിലിരിക്കരുത്, ചൊല്ലാൻ മുടിയാതെ. എൻ്റെ മനസ്സിലുണ്ടത്, എനിക്കത് ചൊല്ലാൻ കഴിയൂല. ആ ഒരവസ്ഥ നമ്മളെപ്പോഴും ചിന്തിക്കണം. അതുകൊണ്ട് ഒരാളെ പറ്റി ഒന്നും ചിന്തിക്കാത്ത ഒരു ജീവിതം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല പെടുത്തട്ടെ.